കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നിലമ്പൂർ ഭാഗത്തുള്ള വല്ലപ്പുഴയാണ് കേട്ടോ. ശരിക്കും ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇവിടെ പേര് പറയണത് ചെമ്മല ഫിഷ് ഫാം എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കാണുന്നത്. കുറേ അധികം മീനുകളെ വളർത്തുന്ന ഒരു വലിയൊരു കുളമാണ് കേട്ടത്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ പിടിച്ചു വെച്ചിട്ടുള്ള കുറച്ച് മീനുകളുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. എത്ര കിലോ ഉണ്ടാവും? 1.5 കിലോന് മേലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ കുളത്തുനിന്ന് അവർ പിടിച്ചിട്ട് ഇതേപോലെ ഇട്ട് വെക്കണം കേട്ടോ. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഇതൊക്കെ പൊള്ളിക്കാല്ലതാ. ഇത് ഒരു ഇതേപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതെടുത്തിട്ട് ഒരു കുക്ക് ചെയ്ത് തരും. പിന്നെ ഇത് അവിടുന്ന് ആ കാക്ക അതിൻ്റെ ഓണറായിട്ടത് അവർ മറ്റേ ചീനവല പൊക്കി നോക്കുക കേട്ടോ, വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ടോ നോക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ടാണ് അവർ ആ റിങ്ങിനകത്ത് കൊണ്ടുവിടുക. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴേ ഒരു ഭാഗത്ത് മാത്രം മീനുകൾ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വായിട്ടിട്ട് ഓക്സിജൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതെന്താ ചോദിച്ചപ്പോൾ മഴക്കാർ മൂടിയപ്പോൾ അവർക്ക് ഓക്സിജൻ കുറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഒരു വന്നിട്ട് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് കളയാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലും അതേപോലെ സ്ലൈഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. 2 അരയന്നങ്ങൾ ഇതേപോലെ അടിയിരിക്കുന്നുണ്ട് മുട്ട ഇട്ടിട്ടോ. ആ മുളങ്കൂടിൻ്റെ നടുവിലായിട്ട് നല്ല ഭംഗിയിട്ട് അവരെ കാണാൻ. പിന്നെ നല്ല ആംബിയൻസിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതും ഇതേപോലെ ഒരു കുഞ്ഞു ഹൗസ് ബോട്ടാണ്. അതിനകത്ത് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിനി അതിൻ്റെ കാര്യം കാണിച്ചു തരാം. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹൗസ് ബോട്ട് പോലെ കൊടുത്തിട്ട് ഇതിനുള്ളിൽ ടേബിള് ചെയറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫിഷൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇവർ തന്നെ കുക്ക് ചെയ്തിട്ട് തരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. നല്ല ആംബിയൻസ് ആട്ടോ, നല്ല കാറ്റിട്ടുണ്ട്. ഉള്ളിലത്തെ വ്യൂ നോക്കാം. പിന്നെ അതേ താഴെ നമുക്ക് വെള്ളമൊക്കെ കാണാൻ പറ്റും. ഫിഷൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ അതേ സൈഡിൽ നിന്ന് ഇങ്ങനെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ല അടിപൊളി ആംബിയൻസിൽ നല്ല ഫിഷ് പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ആ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത്. നല്ല ആംബിയൻസ് ആട്ടോ, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, അടിപൊളി വൈബാണ്. പിന്നെ ഇവിടുത്തെ ഏട്ടന് ഇവിടെ മീൻ പിടിക്കേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ അത് കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ മറ്റേ കാക്ക അതാ പിന്നെയും ആ ചീനവല ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. അതിലും വലിയ മീൻ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരതിലേക്ക് കോഴിപ്പാട്സ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ താഴ്ത്തി വെക്കും. അപ്പോൾ അതിനകത്ത് മീനുകൾ വന്നിട്ട് കയറും. പിന്നെ ഏട്ടനിതാ ചൂണ്ടലെറിയാൻ നിൽക്കുന്നുണ്ട്. അതിനെ ഹുക്കിൽ ഒരു കോഴിപ്പാട്സിൻ്റെ പീസ് വെച്ചിട്ട് അത് ദൂരേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഞങ്ങൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടോ. കുറേ അവിടെ ഇവിടേക്ക് വന്നിട്ട് നോക്കിയിട്ടും മീൻ കിട്ടുന്നില്ല കേട്ടോ. ചില ദിവസങ്ങൾ ഇതേപോലെ മീൻ കിട്ടൂല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.